Hello friends, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മളൊരു ഇൻഷുറൻസിനെ കുറിച്ചാണ്. പേ ഹൗ യു ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് മെയിൻലി കാർ ഇൻഷുറൻസ് ആണ്, ഒരു കോംപ്രഹെൻസീവ് ടൈപ്പ് ഇൻഷുറൻസ് ആണ് വരുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കിലോമീറ്റർ ഉപയോഗിക്കുന്നു നമ്മുടെ കാർ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചാണ് നമ്മുടെ പ്രീമിയം വരിക. അപ്പോൾ അതൊരു നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് എന്താ ഒരു ചെറിയ ഇപ്പോൾ ഒരു മാസത്തിൽ ചിലപ്പോഴൊക്കെ കാർ ഓടിക്കുന്നവർ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ കാറിലുള്ളവർക്ക്, അതായത് മൾട്ടിപ്പിൾ കാർസ് ഉള്ളവർക്ക്, ഇപ്പോൾ ചില കാറുകൾ നമ്മൾ ഇടയ്ക്ക് എടുക്കുള്ളൂ. അപ്പോൾ ചില കാറുകൾ നമ്മൾ കുറേ എടുക്കും, ചില കാറുകൾ നമ്മൾ കുറച്ചെടുക്കുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ 2 കാറുണ്ട്. നമ്മൾ ഒരു കാർ ചെറിയ കാറുകൾ നമ്മൾ അത്യാവശ്യം എടുക്കുന്നത് ചെറിയ കാറായിരിക്കും, വലിയ കാർ ചിലപ്പോൾ ഭയങ്കര ഓട്ടം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു സീനിൽ നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഈ പേ ഹൗ യു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം ഭയങ്കര കുറഞ്ഞിട്ട് കിട്ടും. അതൊരു നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ആക്ച്വലി ഒരു പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ, പ്രോഫിറ്റ് അല്ല, നമുക്കൊരു ലാഭം എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നമുക്ക് പറയാം നമ്മുടെ ഈ പ്രീമിയം, നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം, പ്രത്യേകിച്ച് കാറും ബൈക്കും, അതായത് എല്ലാ വെഹിക്കിൾസിൻ്റെയും അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കോംപ്രഹെൻസീവ് പാക്കേജ് എടുക്കുകയാണെങ്കിലും ഫുൾ കവർ എടുക്കുകയാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ കാർ ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ ഇത് വെറുതെ ചുമ്മാ അടയ്ക്കുന്ന പോലെയാണ്. ഇപ്പോൾ ചിലപ്പോൾ മാസത്തിൽ ചിലപ്പോൾ ഒരു വട്ടമൊക്കെ ആവും ചിലപ്പോൾ കാർ ഓടിക്കുക, അതായത് കൊല്ലത്തിൽ ചിലപ്പോൾ 10 വട്ടമൊക്കെ എടുത്താൽ കാറായി, അങ്ങനെയായി. ആ സ്ഥിതിയാണ് കുറേ പേർക്കുള്ളത്. പിന്നെ കുറേ പേര് ഇവിടെ കാർ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ പുറത്ത് പോകുന്നവർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ പറ്റിയ ഒരു ഇൻഷുറൻസ് ഒരു പ്ലാനാണ് ഇത്. ആക്ച്വലി നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ പ്രീമിയം കൊടുത്താൽ മതി. അതതിൻ്റെ ഒരു മെയിൻ സംഭവം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്, അപ്പോൾ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ആമസോണിൽ നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കാണുന്നുണ്ടായിരിക്കും. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഒരു വെബ്സൈറ്റ് പോലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഹോം പേജ് പോലെ. എല്ലാത്തിൻ്റെയും ടോപ്പ് 5 കാറ്റഗറിയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ട്രൈ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഓൺലൈനും ഓഫ്ലൈനിലും അവൈലബിൾ ആണ്. നമുക്കിത് പോളിസി ബസാർ അങ്ങനത്തെ സൈഡിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആക്ച്വലി കുറേ സ്ലാബുകളുണ്ട്. നമുക്ക് ഏകദേശം ഒരു ഉദ്ദേശമായിരിക്കും. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മാസത്തിൽ ഒരു 3000 കിലോമീറ്റർ ഓടിക്കും, അല്ലെങ്കിൽ 2500 കിലോമീറ്റർ ഓടിക്കും, ഒരു 5000 കിലോമീറ്റർ ഓടിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്നൊരു കിലോമീറ്റർ ഓടിക്കും. നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു നിശ്ചയം ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു സ്ലാബ് സെലക്ട് ചെയ്യാൻ പറ്റും ഇതിനനുസരിച്ച്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2500 ഒരു സ്ലാബ് എടുത്തു വിചാരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിവൈസ് നമ്മുടെ കാറിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ഇതെങ്ങനെ ഈ ഡിവൈസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കിലോമീറ്റർ ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവ് സ്റ്റൈലിംഗ് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഒരു അനലൈസ് ചെയ്തിട്ട് നമുക്ക് ട്രാക്കിംഗ് കൊടുക്കുന്ന ഒരു ഡിവൈസാണ്. അതൊരു നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് ഇതിൻ്റെ ട്രാക്കിംഗ് കൊടുക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവർ കറക്റ്റായിട്ടുള്ള പ്രീമിയവും അതുപോലെ സംഭവങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ അത് ഫുള്ളി ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൈൽ ഓഫ് ഡ്രൈവിംഗ് ഒക്കെയാണ് നമ്മളിത് നോക്കിയിട്ടാണ് ഇത് പ്രീമിയം തീരുമാനിക്കുക. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് പ്രീമിയം എന്നൊക്കെ പറയില്ല, നമ്മളൊരു ഫിക്സഡ് ഒരു ഇൻഷുറൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു നമ്മളിപ്പോൾ IDV അനുസരിച്ചാണ് നമ്മളിപ്പോൾ പ്രീമിയം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇത് ഭയങ്കര ലാഭമുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റഗറി ഉള്ളവർക്ക്, അപ്പോൾ ഭയങ്കരമായിട്ട് വണ്ടി കുറവ് എടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ വണ്ടീസ് എടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നവർ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ പ്രീമിയം എന്ന് പറയുമ്പോൾ നല്ല ചെറിയ എമൗണ്ട് ഒന്നുമല്ല, നല്ല അത്യാവശ്യം എമൗണ്ട് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം, പ്രത്യേകിച്ച് നമ്മുടെ 4 വീലേഴ്സിന്. അപ്പോൾ മെയിൻലി ഞാൻ പറയുന്നത് 4 വീലേഴ്സിനാണ്. അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഓഫ്ലൈൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ്ലൈനിലായിട്ടുള്ള നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് പ്ലാനെ കുറിച്ച് ചോദിച്ചാൽ അവരെല്ലാം ഉണ്ട്. അത് തന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പോളിസി ബസാറിലും ഈ സംഭവം അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ അവരുടെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഈ സംഭവം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളൊരു അവയർനെസ് വീഡിയോ വേണ്ടി പോലെ നമ്മൾ ഇറക്കിയതാണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ പേര് വണ്ടി എടുത്തിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നവർ, അതുപോലെ വണ്ടി എടുത്തിട്ട് പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നവർ, അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾ വണ്ടി വലിയ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഒരു ഭയങ്കര ഡെയിലി യൂസ് അത്യാവശ്യം ഉണ്ട്, പക്ഷേ ഭയങ്കര കിലോമീറ്റേഴ്സ് കുറവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ സ്ലാബ് പറഞ്ഞാൽ ചിലപ്പോൾ മന്ത്ലി ചിലപ്പോൾ 5000 കിലോമീറ്റേഴ്സ് ഒന്നും ഓടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് ഇതിൻ്റെ ഡിപ്പെൻസ് ഒരു പ്രീമിയം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അത്രയും കാശ് നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ അതൊരു നല്ല സംഭവം കൊണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിന് വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അറിയാൻ നിങ്ങളുടെ എന്താ പറയുക ഇൻഷുറൻസ് കമ്പനീനെയോ അല്ലെങ്കിൽ ഏജൻറ്റിനെയൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതെല്ലാത്തിലും അവൈലബിൾ ആണ് സംഭവം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നമുക്ക് മറക്കണം. എന്തായാലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.